PCOSന്റെ ലക്ഷണങ്ങൾ പറയുമ്പോൾ പലരും പല ലക്ഷണങ്ങളാണല്ലോ പറയുന്നത്. പലതരം PCOS ഉണ്ടോ? PCOS പ്രധാനമായും 4 തരമുണ്ട്. ഫങ്ഷണൽ ടൈപ്പ് 1 to 4. റോട്ടൻഡാം ക്രൈറ്റീരിയ അനുസരിച്ച് നിങ്ങളുടെ ലക്ഷണങ്ങളും സ്കാനിംഗ് റിപ്പോർട്ടും ഹോർമോൺ ടെസ്റ്റുകളും അടിസ്ഥാനമാക്കി ടൈപ്പ് A, B, C, D അങ്ങനെയും തരംതിരിച്ചിട്ടുണ്ട്. ആദ്യമായി ഫങ്ഷണൽ ടൈപ്പ് 1. ഇൻസുലിൻ റെസിസ്റ്റൻസ് PCOS. ശരീരം ശരിയായ രീതിയിൽ ഇൻസുലിനോട് പ്രതികരിക്കാതിരിക്കുകയും രക്തത്തിലെ ഇൻസുലിന്റെ അളവ് കൂടുകയും ചെയ്യുന്നു. ഉയർന്ന അളവിലുള്ള ഇൻസുലിൻ അണ്ഡാശയത്തെ ഉത്തേജിപ്പിക്കുകയും ടെസ്റ്റോസ്റ്ററോണിന്റെ ഉൽപാദനം കൂട്ടുകയും ചെയ്യുന്നു. ഇതിന്റെ ഭാഗമായി ഓവുലേഷൻ നടക്കാതിരിക്കാം. അമിതവണ്ണം, പ്രത്യേകിച്ച് വയറിലെ കൊഴുപ്പ്, മധുരത്തോടുള്ള ആസക്തി, ഭക്ഷണം കഴിച്ച ഉടനെയുള്ള തളർച്ച, കക്ഷത്തിനും കഴുത്തിനും കറുപ്പ് നിറമുണ്ടാവുക എന്നിവയാണ് ഇതിന്റെ ലക്ഷണങ്ങൾ. 2. ഇൻഫ്ലമേറ്ററി PCOS. ശരീരത്തിനുണ്ടാകുന്ന വിട്ടുമാറാത്ത നീർക്കെട്ട് അഥവാ ഇൻഫ്ലമേഷൻ കാരണം ഉണ്ടാകുന്ന PCOS ആണിത്. വിട്ടുമാറാത്ത മാനസിക സമ്മർദ്ദം, തെറ്റായ ഭക്ഷണ രീതി, ചിലർക്ക് ഗ്ലൂട്ടൻ, പാലുൽപ്പന്നങ്ങൾ എന്നിവയോടുള്ള അലർജി കാരണവും നീർക്കെട്ട് വരാം. ഭക്ഷണ സാധനങ്ങളിലൂടെ നമ്മുടെ ഉള്ളിൽ പ്രവേശിക്കുന്ന വിഷാംശവും ശരീരത്തിൽ നീർക്കെട്ടുണ്ടാക്കാം. ഇത് പുരുഷ ഹോർമോണുകളുടെ അമിതമായ ഉൽപാദനത്തിന് കാരണമാവുകയും ഓവുലേഷൻ തടസ്സപ്പെടുത്തുകയും ചെയ്യാം. അകാരണമായ സന്ധിവേദന, വിട്ടുമാറാത്ത തലവേദന, ക്ഷീണം, എക്സീമ പോലുള്ള ത്വക്ക് രോഗങ്ങൾ എന്നിവയാണ് ഇതിന്റെ പ്രധാന ലക്ഷണങ്ങൾ. 3. അഡ്രിനൽ PCOS. കടുത്ത മാനസിക സമ്മർദ്ദം മൂലം അഡ്രിനൽ ഗ്രന്ഥി DHEAS കൂടുതൽ ഉൽപ്പാദിപ്പിക്കുകയും അതിന്റെ ഫലമായി പുരുഷ ഹോർമോണിന്റെ അളവ് കൂടുകയും ചെയ്യുന്നു. ഇത് ഓവുലേഷനെ തടസ്സപ്പെടുത്തുന്നു. എത്ര വിശ്രമിച്ചാലും വിട്ടുമാറാത്ത ക്ഷീണം, ഉത്കണ്ഠ, ഉറക്കമില്ലായ്മ, അമിതവണ്ണം എന്നിവയെല്ലാം ഇതിന്റെ ലക്ഷണങ്ങളാണ്. 4. പോസ്റ്റ് പിൽ PCOS. ഇത് ഗർഭനിരോധന ഗുളികകൾ കഴിക്കുന്നത് പെട്ടെന്ന് നിർത്തുമ്പോൾ താൽക്കാലികമായി ഉണ്ടാകുന്ന ഒരു PCOS ആണ്. ഗർഭനിരോധന ഗുളികകൾ കൃത്രിമമായി ശരീരത്തിലെ ഹോർമോണുകൾ നിയന്ത്രിക്കുന്നത് പെട്ടെന്ന് നിർത്തുമ്പോൾ ശരീരത്തിന് സ്വാഭാവികമായ ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുവാൻ കുറച്ച് കാലതാമസം നേരിടുന്നു. ഈ സമയത്ത് പുരുഷ ഹോർമോണിന്റെ അളവ് കൂടുന്നു. ഗുളിക നിർത്തിയതിനു ശേഷം ഉണ്ടാകുന്ന മുഖക്കുരു, ക്രമം തെറ്റിയ മെൻസസ് എന്നിവയാണ് ഈ ടൈപ്പിന്റെ ലക്ഷണങ്ങൾ. ഇനി മെഡിക്കൽ ഫിനോടൈപ്പ്. 1. ടൈപ്പ് A, ക്ലാസിക്കൽ PCOS. ഇതിൽ ഉയർന്ന അളവിലുള്ള പുരുഷ ഹോർമോൺ, ക്രമം തെറ്റിയ മെൻസസ്, അതുമൂലം ഓവുലേഷൻ നടക്കാതിരിക്കുക, സ്കാനിങ്ങിൽ PCOS മോർഫോളജി കാണുക. 2. ടൈപ്പ് B, ഉയർന്ന പുരുഷ ഹോർമോണും ക്രമം തെറ്റിയ ആർത്തവവും ഓവുലേഷൻ നടക്കാതിരിക്കലും, എന്നാൽ സ്കാനിങ്ങിൽ PCOS കാണുകയില്ല. 3. ടൈപ്പ് C, ഓവുലേറ്ററി PCOS. ഉയർന്ന പുരുഷ ഹോർമോണും സ്കാനിങ്ങിൽ സിസ്റ്റുകളും ഉണ്ടാവാം, എന്നാൽ മെൻസസ് കൃത്യമായിരിക്കുകയും ഓവുലേഷൻ നടക്കുകയും ചെയ്യാം. 4. ടൈപ്പ് D, ക്രമം തെറ്റിയ മെൻസസും സ്കാനിങ്ങിൽ PCOSും കാണാം, പക്ഷേ പുരുഷ ഹോർമോണിന്റെ അളവ് നോർമൽ ആയിരിക്കും. നിങ്ങളുടെ PCOS ഏത് ടൈപ്പാണെന്ന് കണ്ടെത്തി അതിനനുസരിച്ചുള്ള കൃത്യമായ ചികിത്സ ചെയ്താൽ ഒരു പരിധിവരെ നിങ്ങളുടെ PCOS കുറയുവാനും കുഞ്ഞുങ്ങളുണ്ടാവാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുവാനും സാധിക്കും.